ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുക, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒബ്ജക്റ്റുകൾ എങ്ങനെ മെഷർ ചെയ്യും, ഏത് സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്യും, അതുപോലുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് ഡാറ്റ കളക്ഷൻ. ഓക്കെ, നമ്മൾ ഓരോ സ്റ്റെപ്പുകളും റിസർച്ച് നമ്മൾ ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പുകളുമാണ് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കുന്നത്. നമ്മൾ റിസർച്ചിൻ്റെ എങ്ങനെ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമെന്നുള്ളത് പഠിച്ചു, പിന്നെ സ്കെയിലിങ്സ്, അങ്ങനെ കുറച്ച് ടെക്നിക്സ് പഠിച്ചു അല്ലേ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഡാറ്റ കളക്ഷനാണ്. അപ്പം റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ റിസർച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി, പുതിയ നോളജ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വരും? ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. ആ ഇൻഫർമേഷൻസ്, ആ ഡാറ്റ നിങ്ങൾ എങ്ങനെ കളക്ട് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ ഏരിയ ആണ് ഫിഫ്ത്ത് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡാറ്റ. നമുക്ക് ഡാറ്റ എന്താ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഡാറ്റ എന്നുള്ളത് എന്താണെന്ന്. സോ ഡാറ്റ എന്ന് പറയുന്നത് റോ ഡാറ്റ അല്ലേ, ഒരു എന്തിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് എന്ത് ഡാറ്റ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഡിഫറെൻ്റ് ആണ്. റോ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റാണ്, ഒരു പ്രോപ്പർ ഫോമിലേക്ക് മാറ്റുന്ന, അല്ലെങ്കിൽ മീനിങ് ഫുൾ ഫോമിലേക്ക് മാറ്റുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഡാറ്റ മീൻസ് fact, figures or other relevant materials past and present serving as a basis for study and analysis. എന്താ പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത് ഫാക്ട്, ഫിഗേഴ്സ് ഓർ അതർ റിലവൻറ്റ് മെറ്റീരിയൽ. ഫാക്റ്റ് ആവാം, ഫിഗേഴ്സ്, അങ്ങനെ എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ ഡാറ്റയാവാം. അത് എന്താവാം, പാസ്റ്റോ പ്രസൻറ്റ് ആവാം അല്ലേ, പണ്ടില്ല ആരും ചെയ്തു വെച്ചതാവാം, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ആവാം. അങ്ങനെ ഏത് രീതിയിലുള്ള എന്താണ് ഡാറ്റ, ഫാക്റ്റ് നമുക്ക് എന്ത് പറയാം, ഡാറ്റ എന്ന് പറയാം. ദാറ്റ് സേവ് എസ് എ ബേസിസ് ഫോർ സ്റ്റഡി ആൻഡ് അനാലിസിസ്. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് സെക്സ്, ഏജ്, സോഷ്യൽ ക്ലാസ്, റിലീജിയൻ, ഇൻകം അല്ലേ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇൻഫർമേഷൻസ്, റെസ്പോൺസ് ഇൻഫർമേഷൻസ് ഉണ്ട്. അതൊക്കെ എന്താണ് ഡാറ്റ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് സിംപ്ലി നമ്മളെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ റിസർച്ചിൻ്റെ അനാലിസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക, ഫിഗേഴ്സ്, ഫാക്റ്റ് കളക്ട് ചെയ്യുക. ആ ഫാക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ. എന്താണ് ഡാറ്റയ്ക്കുള്ള ഇമ്പോർട്ടൻസ്? റിസർച്ചിൽ ഡാറ്റയ്ക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് ഡാറ്റ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? സോ ഡാറ്റ സേവ് എസ് എ ബേസ് ഓർ റോ മെറ്റീരിയൽ ഫോർ അനാലിസിസ്. എന്താ പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ അനാലിസിസ്, നമ്മളെ റിസർച്ചിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്, അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൺക്ലൂഷനിലേക്ക്, ഇൻഫറൻസിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ അനാലിസിസിന് ബേസ് ആണ്, അല്ലെങ്കിൽ അനാലിസിസിൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ളൊരു കാര്യമാണ് എന്ത്, ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻഫർമേഷൻസ്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഒരു അനാലിസിസിൻ്റെ ബേസ് ആണ്. ടു ഡ്രോ സ്പെസിഫിക് ഇൻഫറൻസസ്, അനാലിസിസ് ഓഫ് ഫാക്ച്വൽ ഡാറ്റ ഈസ് റിക്വയർഡ്. എന്ത് വേണം, സ്പെസിഫിക് ഇൻഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ, കൺക്ലൂഷൻ ഡെറൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫാക്ച്വൽ ഡാറ്റ ആവശ്യമാണ്. ദെൻ ദ ക്വാളിറ്റി ഓഫ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ റിലവൻസ്, അഡ്വക്കസി ആൻഡ് റിലയബിലിറ്റി ഓഫ് കളക്ട് ഡാറ്റ. നമ്മൾ കണ്ടുപിടിക്കുന്ന ഫൈൻഡിങ്സ്, നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഫൈൻഡിങ്സ് എന്തിനെ റിലേറ്റ് ആയിരിക്കും, എന്തിനെ കണക്ട് ചെയ്തിരിക്കും, നമ്മുടെ ഡാറ്റയുടെ റിലവൻസി, അഡ്വക്കസി, റിലയബിലിറ്റി, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫൈൻഡിങ്സിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഡാറ്റ നമുക്ക് ആവശ്യമാണ്. ദെൻ ഇറ്റ് ഫോം ദ ബേസിസ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിന് എന്ത് വേണം, ഡാറ്റ വേണം, വിച്ച് ഇസ് ഫോർമുലേറ്റർ ഫോർ ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോസുകൾ സെറ്റ് ചെയ്യും. ആ ഹൈപ്പോസ് നമുക്ക് എന്ത് ചെയ്യണം വരും, ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ വേണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി നടത്താണ്, നിങ്ങൾ സ്റ്റുഡൻസിനിടയിൽ സ്റ്റഡി നടത്താണ്, നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലെ നിങ്ങളുടെ പെർഫോമൻസും അതുപോലെ നിങ്ങളുടെ എക്സാം മാർക്കും തമ്മിൽ റിലേഷൻ ഉണ്ടോ, ഓൺലൈൻ ക്ലാസ്സും എക്സാം മാർക്കും തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് പഠിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് ഹൈപ്പോസ് സെറ്റ് ചെയ്യുകയാണ് അല്ലേ. ദിർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ നിങ്ങളുടെ, അല്ലെങ്കിൽ പോസ്റ്റ് റിലേഷനാണ് ഓൺലൈൻ ക്ലാസ് നിങ്ങൾ എക്സാം മാർക്കിന്, അല്ലെങ്കിൽ എക്സാമിന് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ പോസ്റ്റ് വെക്കുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ, അത് ശരിയാണോ തെറ്റാണോ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് വേണം, ഡാറ്റ വേണം. ഡാറ്റയ്ക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യേണ്ടി വരും, ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ഡാറ്റ വെച്ച് നമ്മൾ ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യും, നമ്മൾ പഠിച്ച ടെസ്റ്റിംഗ് ഒരുപാട് ടെസ്റ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം, ഡാറ്റ ഇല്ല നമുക്കൊരിക്കലും ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് പ്രൊവൈഡ്സ് ദ fact and figures required for the construction of measurement scales and table which are analyzed and with the help of quantitative techniques. എന്താണ്, which it provide fact and figures required for construction of measurement scale. നമ്മൾ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം. അതുപോലെ ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലേ, പല ടേബിൾസ് നമ്മളുടെ റിസർച്ചിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് വേണം, ഡാറ്റ ആവശ്യമാണ്. അപ്പോൾ ഡാറ്റ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, റിസർച്ച് നടത്താൻ പറ്റില്ല. ഓക്കെ,
ദറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് ഡാറ്റയെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഡാറ്റ എന്നും അതുപോലെ സെക്കൻഡറി ഡാറ്റ എന്നും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബ്രോഡ് കാറ്റഗറീസ്. നമ്പർ 1 പ്രൈമറി ഡാറ്റ ആൻഡ് നമ്പർ 2 സെക്കൻഡറി ഡാറ്റ. ഓക്കെ, ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഡാറ്റ എന്ന് പറയുന്ന കാര്യത്തെ ക്ലാസ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് നമുക്ക് നോക്കാം. സോ പ്രൈമറി ഡാറ്റ എന്താണ്? പ്രൈമറി ഡാറ്റ എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രൈമറി ഡാറ്റ എന്താണെന്നുള്ളത്. നമ്മൾ പ്രൈമറി ഡാറ്റയും പ്രൈമറി സോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് ഫസ്റ്റ് ഭാഗത്തെ സ്റ്റെപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെന്നാണ് എൻ്റെ ഡീറ്റെയിൽഡ് വേർഷനാണ് അവിടെ. സോ പ്രൈമറി ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ആർ കളക്ട് ഫോർ ഫസ്റ്റ് ടൈം. എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. ഇതിനു മുമ്പ് വേറെ ആരും കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് എന്ത്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ദ പ്രൈമറി ഡാറ്റ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. എന്തായിരിക്കും? ഒറിജിനൽ ക്യാരക്ടർ ആയിരിക്കും, ഒറിജിനൽ സാധനമായിരിക്കും. ഇതിനു മുമ്പ് വേറെ ആരോ മറ്റെന്തിനും ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കുട്ടികൾ, നമ്മുടെ കോളേജിലെ കുട്ടികളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളോട് ഡയറക്റ്റ് വന്നിട്ട് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. അതെന്താണ്? പ്രൈമറി ഡാറ്റയാണ്. നിങ്ങളുടെ മാർക്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് വന്ന് ചോദിക്കുകയാണ്. അതിന് പകരം പാസ്റ്റ് സ്റ്റുഡൻസിൻ്റെ മാർക്കും അവരുടെ പെർഫോമൻസ് ഞാൻ അത് കഴിഞ്ഞ 5 കൊല്ലത്തെ പെർഫോമൻസ് ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്തായി? അത് സെക്കൻഡറി ഡാറ്റ അല്ലേ? സെക്കൻഡ് ഡാറ്റ ആയി. അത് നമ്മൾ ഒറിജിനൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടുള്ളത്. പണ്ട് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ റിസൾട്ടുകൾ വേറെ എന്തിനും ആവശ്യത്തിന് കോളേജ് ടീച്ചേഴ്സ് കളക്ട് ചെയ്ത ഡാറ്റ ചിലപ്പോൾ ഓഫീസിലുണ്ടാവും. അത് ഞാൻ എടുത്ത് നോക്കുന്നു എൻ്റെ ആവശ്യത്തിന്. അതെന്താ? സെക്കൻഡറി ആണ്, അത് പ്രൈമറി അല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് അല്ലാതെ വരുന്നത്. This data is collected by the researcher or through investigator or enumerator for the first time. എന്താവാം? അത് കളക്ടർ ഡയറക്റ്റ് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ വെച്ചിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്യൂമറേറ്ററിലൂടെ കളക്ട് ചെയ്യാം അല്ലേ? അന്ന് ഡയറക്റ്റ് നേരിട്ട് പോയി കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിസർച്ചിക്ക് പകരം ബാക്കി വേറെ ആരെങ്കിലും പോയിട്ട് കളക്ട് ചെയ്യാൻ, അങ്ങനെയും കളക്ട് ചെയ്യാം. Then primary data is considered as a raw material to which the statistical methods are applied for the purpose of analysis and interpretation. അല്ലേ? പ്രൈമറി ഡാറ്റ ആണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിന് അതുപോലെ മറ്റുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുക പ്രൈമറി ഡാറ്റയാണ്. അപ്പോൾ പ്രൈമറി ഡാറ്റ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലുള്ള അനാലിസിസുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇതൊക്കെ പറയും പ്രൈമറി ഡാറ്റയ്ക്ക്. സെൻസസ് സർവേ പോപ്പുലേഷൻ അല്ലേ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ സെൻസസ് ഉണ്ട്, അത് പ്രൈമറി ഡാറ്റയാണ്. ഓട്ടോമൊബൈൽസ്, ലിവ് സ്റ്റോക്ക്, കോർട്ട് റെക്കോർഡ്സ്, പേഴ്സണൽ ഡയറീസ്, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈമറി ഡാറ്റ എന്ന രീതിയിൽ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ സെക്കൻഡറി ഡാറ്റ. അതെന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? മറ്റാരോ വേറെ എന്തിനോ ആവശ്യത്തിന് മുന്നേ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ നമുക്ക് ഈ റിസർച്ചിന് വേണ്ടി നമ്മൾ ജസ്റ്റ് നോക്കുന്നു. അതാണ് എന്ത്? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡറി ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ഹാവ് ഓൾറെഡി ബീൻ കളക്റ്റഡ് അല്ലേ? ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്, ടാബ്ലേറ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ സം ഫോം ബൈ someone else for some other purpose അല്ലേ? മറ്റാരോ വേറെ എന്തിനോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്, അത് ടാബ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ എന്തോ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആവശ്യത്തിന് എടുക്കുക എന്നുള്ളതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സോ എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ പറയാം? എക്കണോമിക് സർവേ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ എക്കണോമിക് സർവേ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പല എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ത് ചെയ്യും? സർവേ റിപ്പോർട്ട് പുറത്തിറക്കും. അതെന്താണ്? സെക്കൻഡറി ഡാറ്റയാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളെ കുറിച്ചിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റിപ്പോർട്ട് ഇറക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻഫർമേഷൻസ് എടുക്കുകയാണെങ്കിൽ അത് സെക്കൻഡറി സോഴ്സാണ്. അതുപോലെ എക്കണോമിക് റിവ്യൂസ് ബൈ വേരിയസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇറക്കിയ റിപ്പോർട്ട്സ്, സെൻസസ് ഡാറ്റ റിലേറ്റിംഗ് ടു അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഫോറസ്ട്രി, എഡ്യൂക്കേഷൻ ബൈ ദ ഗവൺമെൻറ് അല്ല? ഗവൺമെൻറ് ഇറക്കുന്ന അതുപോലുള്ള സെക്കൻഡറി രീതി അവരിറക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ ആവശ്യം എടുക്കുകയാണെങ്കിൽ അതെന്തായി? സെക്കൻഡറി ഡാറ്റ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. Then the secondary sources may be both internal and external character. Secondary source നമുക്ക് വീണ്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇന്റേണൽ സെക്കൻഡറി ഡാറ്റ എന്നും രണ്ടാമത്തെ എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ എന്നും. ഓക്കെ, അപ്പോൾ ഇന്റേണൽ സെക്കൻഡറി ഡാറ്റ നമുക്ക് നോക്കാം. ഇന്റേണൽ സെക്കൻഡറി ഡാറ്റ റെഫേഴ്സ് ടു ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് വിത്തിൻ ദ കമ്പനി ഓർ യൂണിറ്റ് സ്റ്റഡിയിൽ. നമ്മൾ പഠിക്കുന്ന കമ്പനി, നമ്മൾ പഠിക്കുന്ന യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ഇന്റേണൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഒരു കമ്പനിയിലെ റെക്കോർഡ്സ് ഓഫ് സെയിൽസിൻ്റെ റെക്കോർഡ്സ്, അവരുടെ ബജറ്റ്, അവരുടെ അഡ്വൈസ് എക്സ്പെൻസ്, അവരുടെ പ്രീവിയസ് മാർക്കറ്റ് റിസർച്ച് സ്റ്റഡീസ്, ഇതൊക്കെ എന്താണ്? ഇന്റേണൽ സെക്കൻഡറി ഡാറ്റയാണ്. അതായത് അവരുടെ കമ്പനിയിലുള്ള ഇന്റേണൽ എക്സിക്യൂട്ടീവ്സ് നടത്തിയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ റെക്കോർഡ്സാണ്. രണ്ടാമത്തെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ, എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ എന്തായിരിക്കും? അത് പുറത്തുള്ള അല്ലേ? ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻഫർമേഷൻ വിച്ച് ഇസ് കളക്റ്റഡ് ബൈ ദ സോഴ്സ് എക്സ്റ്റേണൽ ടു ദ യൂണിറ്റ്. നമ്മളെ കമ്പനിക്ക് പുറത്തുള്ള മറ്റുള്ളവർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ, നമ്മളെ കമ്പനിയെ കുറിച്ചിട്ട് പുറത്തുള്ള മറ്റാരെങ്കിലും പഠിച്ചിട്ടുണ്ടാവാം, മറ്റ് റിസർച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ ആണ്. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. എന്താ? പ്രൈവറ്റ് പബ്ലിക് ആവാം, അല്ലെങ്കിൽ പബ്ലിഷ്ഡ് അൺപബ്ലിഷ്ഡ് നാച്ചുറൽ ആവാം. പബ്ലിഷ് ചെയ്തിട്ടുള്ളതും പബ്ലിഷ് ഇല്ലാത്ത റിപ്പോർട്ട്സും നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി എക്സ്റ്റേണൽ സോഴ്സിൽ പറയാൻ പറ്റും.
സച്ച് എക്സ്റ്റേണൽ സോഴ്സ് സെക്കൻഡറി സോഴ്സസ് കംപ്രൈസസ് ഓഫ് ഏതൊക്കെ വരും നമുക്ക് എക്സ്റ്റേണൽ നോക്കാം. ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, ബിസിനസ് റെഫറൻസ് സോഴ്സസ്, കൊമേഴ്ഷ്യൽ ഏജൻസീസ് കൊടുക്കുന്ന റിപ്പോർട്ടുകൾ, ദെൻ പ്രൈവറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് ഹിസ്റ്ററി, ഡയറീസ്, ലെറ്റേഴ്സ്, മെമ്മറീസ്, പ്രൈവറ്റ്, അതായത് ഓരോരുത്തരുടെ ഡയറീസ്, പേഴ്സൺ ഡയറീസ്, ഹിസ്റ്ററീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രൈവറ്റ് ഡോക്യുമെൻ്റ് ആണ്. പിന്നെ പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് പറയാം, ജേർണൽസിലും മാഗസീൻസിലും ന്യൂസ് പേപ്പറിലും വരുന്ന റിപ്പോർട്ടുകളൊക്കെ പബ്ലിക് ആയിട്ടുള്ള, പബ്ലിഷ് ചെയ്തിട്ടുള്ള എന്താണ് ഡോക്യുമെൻറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡറി സോഴ്സിന് നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ചോയ്സ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ, സോഴ്സ് ഓഫ് ഡാറ്റ. നമ്മൾ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റയും നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ഏത് വേണം നമ്മൾ സ്റ്റഡിക്ക് എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. റിസർച്ചുകളെല്ലാം രണ്ടും അതായത് എല്ലാ റിസർച്ചുകളും പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും യൂസ് ചെയ്ത് തന്നെയാണ് റിസർച്ച് നടത്തുക. ഒരിക്കലും ഒരു സോഴ്സിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. രണ്ടും നമുക്ക് വേണം. നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും നമുക്ക് ഓൾറെഡി പഠിച്ച പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി റെഫർ ചെയ്യേണ്ടി വരും, അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പം പ്രൈമറി ഡാറ്റയും വേണം, സെക്കൻഡറി ഡാറ്റയും വരും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. എന്തൊക്കെ പോയിന്റ്സ് നോക്കേണ്ടത്? നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എൻക്വയറി സ്റ്റഡി. നമ്മൾ പഠിക്കുന്ന സ്റ്റഡിയുടെ ടോപ്പിക്കിൻ്റെ നാച്ചർ എങ്ങനെയാണ്, സ്കോപ്പ് എങ്ങനെയാണ് എന്ന് നോക്കേണ്ടതുണ്ട്. ഏത് ഏരിയയിലാണ് നമ്മൾ പഠിക്കുന്നത് നോക്കേണ്ടതുണ്ട്. അക്സസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടോ, നമുക്ക് ആ സോഴ്സസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ പ്രൈമറി സോഴ്സ് കളക്ട് ചെയ്യാനുള്ള എന്താണ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ സെക്കൻഡ് ഡാറ്റ വെച്ച് നമ്മൾ ചെയ്താൽ മതി എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു കമ്പനിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കിട്ടിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മതി, സെക്കൻഡറി ഡാറ്റ മതി. കഴിഞ്ഞ 5 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് നടത്താം. പക്ഷേ അതിന് പകരം എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനോ ആറ്റിറ്റ്യൂഡോ പഠിക്കുകയാണെങ്കിൽ അവരെടുത്ത് പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് വേണം, പ്രൈമറി ഡാറ്റ വേണം. അപ്പോൾ നമ്മൾ നാച്ചുറൽ അനുസരിച്ച് മാറും, ഫിനാൻഷ്യൽ റിസോഴ്സ് അനുസരിച്ച് മാറും. ടൈം, നമ്മൾ എത്ര ടൈം വേണം, നമുക്ക് എത്ര ടൈം ഉണ്ട് കയ്യിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളത് നോക്കണം. ഡിഗ്രി ഓഫ് അക്യുറസി നെസസറി ഫോർ ദ സ്റ്റഡി, നമ്മളെ സ്റ്റഡിയുടെ റിസൾട്ടിൻ്റെ അക്യുറസി എത്ര വേണം എന്നുള്ളത് നോക്കണം. നല്ല അക്യുറസി വേണമെങ്കിൽ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് പ്ലാൻ ചെയ്യണം. ദെൻ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ റിസർച്ചർ സ്റ്റാറ്റസ്, അതുപോലെ അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റർ, നമുക്ക് ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ ട്രെയിൻഡ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമറിയിലേക്ക് അധികം പോകരുത്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റയും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഡാറ്റ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ സോഴ്സസ് ഓഫ് ഡാറ്റ. സോഴ്സ് ഓഫ് ഡാറ്റ നമുക്ക് 2 സോഴ്സസ് ആയിട്ട് മാറ്റി. നമ്മൾ ഡാറ്റയെ 2 ഡാറ്റയാക്കി, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. നമുക്ക് സോഴ്സസ് ഓഫ് ഡാറ്റ, അതായത് ഡാറ്റയുടെ സോഴ്സ് നമുക്ക് അതുപോലെ തന്നെ എന്ത് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും. പ്രൈമറി സോഴ്സസ് ആർ original sources from which the researcher directly collect the data that have not been previously collected. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ, അത് റിസർച്ചർ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അത് ഇതിനു മുമ്പ് ആരും കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയല്ല എന്നുള്ളത്. ഡാറ്റ ഈസ് കളക്റ്റഡ് ടു നോ ബ്രാൻഡ് അവയർനെസ് കസ്റ്റമർ. അത് പ്രൈമറി ഡാറ്റ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് അല്ലേ, കസ്റ്റമേഴ്സ് എടുത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു. Then secondary data എന്ന് പറയുന്നത് ഓൾറെഡി കളക്ട് ചെയ്തിട്ടില്ല അല്ലേ. സോഴ്സസ് കണ്ടെയ്ൻ ഡാറ്റ വിച്ച് ഹാസ് ഓൾറെഡി പബ്ലിഷ്ഡ് കംപ്ലയിൻറ്റ് ഫോർ അനദർ പർപ്പസ് ഓഫ് സ്റ്റഡി അല്ലേ. വേറെ സ്റ്റഡിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സോഴ്സ് ഓഫ് ഡാറ്റ ആണ് സെക്കൻഡറി സോഴ്സസ്. ഇറ്റ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി പബ്ലിഷ്ഡ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ബട്ട് ഓൾസോ അൺപബ്ലിഷ്ഡ് അല്ലേ. പബ്ലിഷ് മാത്രമല്ല, പബ്ലിഷ് ചെയ്യാത്തതും നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി സോഴ്സ് ആയിട്ട് കാണിക്കാം. അപ്പം ഡാറ്റയെ നമുക്ക് പ്രൈമറി ഡാറ്റയെന്നും സെക്കൻഡറി ഡാറ്റ എന്നും ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ സോഴ്സ് ഓഫ് ഡാറ്റയെ പ്രൈമറി സോഴ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സിൽ നിന്നും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതർ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത്, അതായത് സോഴ്സിൽ പ്രൈമറിയും സെക്കൻഡറിയും എല്ലാം നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഡോക്യുമെൻ്ററി സോഴ്സസ്, പേഴ്സണൽ സോഴ്സസ് ആൻഡ് ലൈബ്രറി സോഴ്സ്. അങ്ങനെ 3 രീതിയിലാണ് സോഴ്സസ് ഓഫ് ഡാറ്റ നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓരോന്നും ജസ്റ്റ് നോക്കാം എന്താണെന്നുള്ളത്. ഡോക്യുമെൻ്ററി സോഴ്സസ് മീൻസ് എ ഡോക്യുമെൻ്റ് ഇസ് എവറിത്തിങ് ഇൻ റൈറ്റിംഗ് വിച്ച് കണ്ടെയ്ൻ മെറ്റീരിയൽ ഓഫ് സോഷ്യോളജിക്കൽ ഇമ്പോർട്ടൻസ്. അതായത് നമ്മളെ സോഷ്യോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, നമ്മളെ സൊസൈറ്റിയായി ഇമ്പോർട്ടൻസ് ഉള്ള ചില ഡാറ്റകൾ, ചില ഇൻഫർമേഷൻസ് ഉണ്ടാവും. അത് രേഖപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡോക്യുമെൻ്ററി സോഴ്സ് എന്ന് പറയാം അല്ലേ, ഡോക്യുമെൻറ്റ്സ് എന്ന് പറയാം അല്ലേ. സോ വി ക്യാൻ ക്ലാസിഫൈ ദ ഡോക്യുമെൻ്ററി സോഴ്സ് ഇൻ ടു 3 രീതിയിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്, പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആൻഡ് അത് ഇസ് 2 ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. 2 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡോക്യുമെൻ്റ് സോഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ പബ്ലിഷ്ഡ് ഉണ്ടാവും, അതുപോലെ അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സും ഉണ്ടാവും. ഓക്കെ, സോ ഇൻഡിവിജ്വൽ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ
ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്തായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ആയിരുന്നത് ഇൻഡിവിജ്വൽ സോഴ്സ് എന്ന് പറയുന്നത്. ഡോക്യുമെൻ്ററി ആയിട്ടോ, ഡോക്യുമെൻ്ററി സോഴ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, പ്രൈമറി സെക്കൻഡറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതല്ലാതെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഡോക്യുമെൻ്ററി സോഴ്സും പേഴ്സണൽ ലൈബ്രറി. അതിൽ ഡോക്യുമെൻ്ററി സോഴ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഡോക്യുമെൻറ്റ്സ് വിച്ച് ആർ റെക്കോർഡഡ് ബൈ ഇൻഡിവിജ്വൽസ് റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. എ പേഴ്സൺ റെക്കോർഡ്സ് ഹിസ് തോട്ട്സ് ആൻഡ് വ്യൂ അബൌട്ട് വേരിയസ് പ്രോബ്ലം either in diary or notebook. അല്ലേ, ചില ആൾക്കാർ അവരുടെ ഡയറിയിൽ കാര്യങ്ങൾ കുറിച്ച് വെക്കും, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കും. അല്ലേ, നമ്മളൊക്കെ നോട്ട് ബുക്കിൽ പല കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട്, പല ഡയറീസ് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ആണ്. അവർ അവരുടെ വ്യൂസ് എഴുതി വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ റിസർച്ചിന് ആവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ പണ്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പിന്നെ പണ്ടില്ല പല ആൾക്കാരുടെയും ഡയറീസും, അല്ലേ, പല അവരുടെ ലെറ്റേഴ്സ്, അവരുടെ നോട്ട് ബുക്കിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കുക. അല്ലേ, പണ്ടത്തെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതുപോലുള്ള റിപ്പോർട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാം. സോ ദീസ് ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, നമുക്ക് 4 രീതിയിൽ ഇൻഡിവിജ്വൽ സോഴ്സ് എന്ന് പറയാം. ലൈഫ് ഹിസ്റ്ററി നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ സോഴ്സ് ആയിട്ട് പറയാം. ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് ഹിസ്റ്ററി മീൻസ് ബയോളജിക്കൽ ഇൻഫർമേഷൻ. അല്ലേ, അതായത് ഒരു പേഴ്സൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ടാവാം. അത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഓട്ടോബയോഗ്രഫി. അത് ലൈഫ് ഹിസ്റ്ററിയാണ്. ഇപ്പോൾ ആത്മകഥ എഴുതാറുണ്ടല്ലോ, അപ്പോൾ ആത്മകഥ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റ് സോഴ്സാണ്. അവരുടെ ജീവിച്ച സമയത്തുള്ള പേഴ്സണൽ സോഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അല്ലേ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ ഡയറി, അവിടെ സാധാരണ അവർ എഴുതുന്ന ഡയറീസ് ഉണ്ടാവും. അതും എന്താണ്? നമ്മളുടെ റിസർച്ച് നമുക്ക് ആധാരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവരുടെ വ്യൂസ്, അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ഡയറീസിൽ ഉണ്ടാവും. ദെൻ ലെറ്റേഴ്സ്, അല്ലേ, ലെറ്റേഴ്സ് യൂസ് ചെയ്യും. പണ്ടൊക്കെ ലെറ്റേഴ്സാണ് നമ്മൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ലെറ്റേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ റിസർച്ചിന് യൂസ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഇന്ദിരാഗാന്ധി എഴുതിയ കത്തുകളും, അല്ലേ, അതുപോലെ പല രാഷ്ട്രീയ ആൾക്കാർ എഴുതിയ കത്തുകളൊക്കെ ഇപ്പോഴും റെക്കോർഡ്സ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ റിസർച്ച് ആവശ്യങ്ങൾക്ക് റിലേറ്റഡ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ നമ്മളുടെ ഡാറ്റ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ലെറ്ററും നമ്മൾ എന്ത് ചെയ്യാം? സെക്കൻഡറി സോഴ്സിൽ, അതായത് ഡോക്യുമെൻ്ററി സോഴ്സിൽ ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാം. ദെൻ മെമ്മറി എന്ന് പറയുന്നത് ചില ഇവൻസിനെ കുറിച്ചിട്ട്, ട്രാവൽസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ സ്ട്രൈക്ക് ഉണ്ടായി, അതിനെക്കുറിച്ചിട്ടുള്ള മെമ്മറീസ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ 4 ടൈപ്പാണ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റിൽ വരുന്നത്. ദെൻ സെക്കൻഡ് കാറ്റഗറി പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. പബ്ലിക് ഡോക്യുമെൻറ്റ്സിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള, അതായത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അത് നമുക്ക് പബ്ലിഷ് റെക്കോർഡ്സ് എന്ന് ഒന്നാമത്തെ പറയാം. പബ്ലിഷ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ, ജേർണൽസ്, മാഗസീൻസ്, അതുപോലുള്ള റെക്കോർഡ്സ്, പിന്നെ സർവേ റിപ്പോർട്ട്സ്, കേസ് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പബ്ലിഷ്ഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് പറയാം. പിന്നെ രണ്ടാമത്തെ ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പറിൽ ഒരുപാട് ഇൻഫർമേഷൻസ് വരും. അല്ലേ, പണ്ടുള്ള ന്യൂസ് പേപ്പേഴ്സൊക്കെ എപ്പോഴും എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ടല്ലേ, പല റിസർച്ചിന് യൂസ് ചെയ്യും. അതിൽ എഡിറ്റേഴ്സ് ഇതിന് എഡിറ്റോറിയൽസ് ഉണ്ട്. പിന്നെ അതിലുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. അല്ലേ, അതുപോലുള്ള റിപ്പോർട്ട്സുകൾ, എസ്സേകൾ, അങ്ങനെ പല കാര്യങ്ങളും ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജേർണൽസ് ആൻഡ് മാഗസീൻസ്. നമ്മൾ നമ്മൾ നടത്തിയ സ്റ്റഡീസ് നമ്മൾ ജേർണൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. ജേർണൽ എന്ന് പറയുന്നത് മാഗസീൻസും അതുപോലെ ജേർണൽസും പറഞ്ഞാൽ അക്കാദമിക് പർപ്പസിന് ഇഷ്യൂ ചെയ്യുന്ന മന്ത്ലിയോ അല്ലെങ്കിൽ ആനുവലിയോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ബുക്കുകളാണ് ജേർണൽസ് എന്ന് പറയുന്നത്. അതുപോലെ മാഗസീൻസ്, അതിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട്സുകൾ ഉണ്ടാവാം. അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ്സ് റിപ്പോർട്ട്സ്, അങ്ങനെ സെൻസസ് റിപ്പോർട്ട്, സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട്, ഈ റിപ്പോർട്ട്സുകളൊക്കെ പബ്ലിഷ് റെക്കോർഡ്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയാം. ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്, അതായത് പല ഇവൻസിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അല്ലേ, മാനുസ്ക്രിപ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള ആൾക്കാർ ഓലയിൽ എഴുതി വെക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ റെക്കോർഡ്സ്, അതുപോലെ ഹിസ്റ്റോറിക്കൽ സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ അതർ സോഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സോഴ്സുകൾ ഉണ്ടാവാം. ഫിലിംസ്, ടെലിവിഷൻ, റേഡിയോ, അതുപോലെ സ്പീച്ചസ്, ഈ ആൾക്കാരെ പബ്ലിക് സ്പീച്ചുകൾ ഉണ്ടാവില്ല. പണ്ടുള്ള വിവേകാനന്ദ സ്വാമിയുടെ സ്പീച്ചുകളുണ്ട്, അല്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ സ്പീച്ച്, ഇതൊക്കെ നമ്മൾ പല സ്റ്റഡീസിലും നമ്മൾ ആധാരമാക്കാറുണ്ട്. അപ്പോൾ അതുപോലുള്ള സ്പീച്ചുകൾ, ഇതൊക്കെ അതർ സോഴ്സ് നമുക്ക് പറയാം. അതുപോലെ അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ്, പബ്ലിഷ് ചെയ്യാത്ത ചില റെക്കോർഡ്സ് ഉണ്ട്. മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സ്, മീറ്റിങ്ങിലുള്ള മിനിറ്റ്സ് ബുക്ക്, ഇതൊന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിസർച്ചിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് പബ്ലിക് റെക്കോർഡ്സ്, പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. സോ ഡോക്യുമെൻ്ററി സോഴ്സിൽ 2 സോഴ്സുകളാണ്. ഒന്ന് പേഴ്സണൽ സോഴ്സ്, ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സും, അതുപോലെ പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.